സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതപവും 4 പേർക്ക് സൂര്യാഘാതവും ഏറ്റു. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 1.5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 65 പേർക്കാണ് സൂര്യാതപമേറ്റത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സൂര്യാതപം ഒഴിവാക്കുവാനായി പൊതുജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയെങ്കിലും നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതിൽ നിന്നും ഒഴിവാകണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ താപസൂചിക പ്രകാരം തുടർന്നുള്ള ദിവസങ്ങളിലും ചൂട് ശരാശരിയിൽ നിന്ന് ഉയർന്ന നിലയിൽ തുടരാനാണ് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ മാസം 31 വരെ അതീവ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് ഇതുവരെ 304 പേർക്ക് സൂര്യാതാപവും തിരുവനന്തപുരത്തും എറണാകുളത്തുമായി 4 പേർക്ക് സൂര്യാഘാതവും ഉണ്ടായി. 4 പേർ മരിച്ചെങ്കിലും 1 മരണമാണ് സൂര്യാതപം മൂലമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ജില്ലകളുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ അതത് കളക്ടറേറ്റുകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കനത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട്. തുടർച്ചയായി 4ാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ജോലി സമയം ക്രമീകരിക്കുന്നതുൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മീനച്ചൂട് കത്തിക്കാളുകയാണ്. തുടർച്ചയായ 4ാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ചരിത്രത്തിലാദ്യമായാണ് പാലക്കാട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്രയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത. ചൂടിന്റെ കാഠിന്യത്തിൽ യാത്രക്കാരും വ്യാപാരികളും തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം ദുരിതമനുഭവിക്കുകയാണ്. ഉഷ്ണിച്ചിട്ട് നടക്കാൻ വയ്യ, അതോടെ നമ്മൾ കൊടയൊക്കെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല, പ്രകൃതിയിൽ വരുന്നതാണല്ലോ. പിന്നെ ഒരുപാട് പേര് ചൂട് തട്ടിയിട്ടൊക്കെ പുള്ളൽ ഏൽക്കുന്നതൊക്കെ ശരിയാണ്. ഇത്രയ്ക്ക് ചൂട് ഇത്ര കാലം അനുഭവപ്പെട്ടിട്ടില്ല. ഹെൽമെറ്റ് ഇരിക്കേണ്ട അവസ്ഥയാണ്. പണ്ട് ഹെൽമെറ്റിന് കാര്യമില്ല. രാവിലെ നേരത്തെ ഇറങ്ങും, വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം. കൈയെല്ലാം സൈഡെല്ലാം പൊട്ടുക, ചൂടെടുത്തിട്ട് പൊള്ളുക, കരിവാളിച്ച പോലെ ആകുക. അതിയായ ചൂടാണ്. 5-6 മണിയായാലും ചൂടിന് കമ്മിയില്ല. ജില്ലയിലെ വിവിധ മേഖലകളിലായി ഇതുവരെ 23 പേർക്ക് സൂര്യാതപമേറ്റുവെന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിനു പുറമെ ചികിത്സ തേടാത്ത നിരവധി പേർ ജില്ലയിലുണ്ട്. സൂര്യാതപസാധ്യത കണക്കിലെടുത്ത് ജോലി സമയം ക്രമീകരിക്കുന്നതും 11 മണിക്കും 3 മണിക്കുമിടയിൽ വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നതും ഉൾപ്പെടെയുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചൂടിന്റെ കാഠിന്യം വർദ്ധിച്ചതോടെ പുഴകളും ജലാശയങ്ങളും വറ്റിത്തുടങ്ങിയിട്ടുണ്ട്. ഡാമുകളിലും ജലനിരപ്പ് കുറഞ്ഞു തുടങ്ങി. വേനൽ കടുക്കുന്നതോടെ കുടിവെള്ളത്തിനും കൃഷിയാവശ്യങ്ങൾക്കുമുള്ള ജലത്തിന് ദൗർലഭ്യം നേരിടേണ്ടി വരുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി പ്രകടന പത്രികയുടെ ശബ്ദരൂപം പുറത്തിറക്കി CPIM. കഴിഞ്ഞ ദിവസം AKG ഭവനിൽ CPIM പ്രകടന പത്രിക പുറത്തിറങ്ങുമ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത വിധത്തിൽ ശബ്ദരൂപത്തിലും പ്രകടന പത്രിക പ്രകാശനം ചെയ്യപ്പെട്ടു. CPIM വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ആർക്കും പ്രകടന പത്രിക കേൾക്കാം. പാർട്ടിയുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയെന്ന് കേട്ട് വിശകലനം ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് Election Manifesto 17th Lok Sabha 2019 Part 1. The 5 years rule of the BJP government headed by Prime Minister Narendra Modi has been an unmitigated disaster for the country and the people. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു വ്യത്യസ്തതയ്ക്ക് കൂടിയാണ് CPM പ്രകടന പത്രിക തുടക്കമിട്ടിരിക്കുന്നത്. പുസ്തക രൂപത്തിലായിരുന്നു ഇതുവരെ എല്ലാ പാർട്ടികളുടെയും പ്രകടന പത്രികകൾ. കാഴ്ചയില്ലാത്തവർക്കും വായിക്കാൻ അറിയാത്തവർക്കും രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങൾ നേരിട്ടറിയുക അപ്രാപ്യം. അതിനാണ് CPIM മാറ്റം വരുത്തിയത്. CPIM പ്രകടന പത്രിക ഇനി കേട്ടറിയാം. പാർട്ടി വെബ്സൈറ്റിൽ പ്രകടന പത്രികയുടെ ശബ്ദരൂപം കേൾക്കാം. സ്ത്രീ ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമായി പത്രിക രേഖപ്പെടുത്തിയിരിക്കുന്നു. This in turn requires a stronger presence of the CPIM and the left in the 17th Lok Sabha of India. Attacks on democracy. These 5 years have seen a vicious authoritarian onslaught on all constitutional institutions and authorities, as well as the constitutionally guaranteed rights of the people. ഹിന്ദിയിലും മറ്റു പ്രാദേശിക ഭാഷകളുമായി വരും ദിവസങ്ങളിൽ പ്രകടന പത്രിക പുറത്തിറങ്ങും. മറ്റൊരു പ്രത്യേകതയും CPIM പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ട്രാൻസ്ജെൻഡേഴ്സിനായി സുപ്രീം കോടതി രംഗത്തെത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിയമപരിരക്ഷ നൽകുമെന്ന വാഗ്ദാനം പ്രകടന പത്രികയിലൂടെ CPIM മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രതിസന്ധി കേരള നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. പ്രഖ്യാപനം വൈകുന്നത് പ്രചരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി നേതാക്കൾ സോണിയെയും രാഹുലിനെയും അറിയിച്ചു. പക്ഷേ അന്തിമ തീരുമാനത്തിന്റെ കാര്യത്തിൽ രാഹുൽ മൌനം തുടർന്നു. രാത്രി വൈകി പുറത്തിറക്കിയ 14ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെടുത്തിയിട്ടില്ല. രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങൾ തുടരവേ തീരുമാനം വ്യക്തമാക്കുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും രാഹുൽ നിലപാട് വ്യക്തമാക്കിയില്ല. ബീഹാർ, ഉത്തർപ്രദേശ്, അസം, ഒഡീഷ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം മാത്രമാണ് യോഗം ചർച്ച ചെയ്തത്. വയനാട്, വടകര മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം വൈകുന്നതിലെ ആശങ്കയും ഇത് പ്രചരണത്തെ ബാധിക്കുന്നുവെന്നും കേരള നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. എന്നാൽ നേതാക്കൾക്ക് രാഹുൽ മറുപടി നൽകാതെ മടക്കുകയായിരുന്നു. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ലെന്ന സൂചനകൾ ശക്തമാകുമ്പോഴും എന്തുകൊണ്ടാണ് അന്തിമ തീരുമാനം വ്യക്തമാക്കാത്തതെന്ന ചോദ്യത്തിനും നേതാക്കൾക്ക് ഉത്തരമില്ല. മറുവശത്ത് രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കാനായി രാഹുൽ കർണാടകയിലേക്കെത്തുമെന്ന പ്രതീക്ഷയിലാണ് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾ. ഇവിടെ മുഖ്യശത്രു BJP ആയതിനാൽ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഘടകകക്ഷികളുടെയും അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൊടുപുഴ കുമാരമംഗലത്ത് 7 വയസ്സുകാരന് ക്രൂരമർദ്ദനം. തലക്കേറ്റ ഗുരുതര പരിക്കിനെ തുടർന്ന് കുട്ടിയെ കോലഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലച്ചോറിൽ രക്തസ്രാവമുണ്ടെന്നും കുട്ടി അബോധാവസ്ഥയിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ മാതാവും രണ്ടാനച്ഛനും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. തിരുവനന്തപുരം സ്വദേശികളായ ഇവർ ഏതാനും മാസങ്ങളായി കുമാരമംഗലത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. സംഭവത്തിൽ രണ്ടാനച്ഛനെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയെന്ന് CWC ജില്ലാ ചെയർമാൻ ജോസഫ് അഗസ്റ്റിൻ പറഞ്ഞു. പരിക്കുപറ്റി വെന്റിലേറ്ററിലാണ്. ഹെഡ് ഇഞ്ചുറിയുടെ അടിസ്ഥാനത്തിൽ സർജറി നടത്തിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഇളയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തൊടുപുഴ പോലീസിന് കേസ് ചാർജ് ചെയ്ത് നടപടിയെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. ഗൾഫ് വിമാന യാത്രാ നിരക്ക് വർധനവിൽ കേന്ദ്രം ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്കുള്ള വിമാനയാത്രാ കൂലി കുത്തനെ വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിവിൽ വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. വിമാന നിരക്ക് 2019 ഫെബ്രുവരിയിൽ നിലവിലുണ്ടായിരുന്ന നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഗൾഫ് നാടുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനലവധിയാണ്. ഈ വേളയിൽ വലിയ തോതിൽ മലയാളികൾ കേരളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് 200 മുതൽ 400% വരെ എയർലൈൻ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ 3 നിന്നുമുള്ള നിരക്കുകൾ ഈ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിമാനക്കൂലി കുത്തനെ കൂട്ടിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിവിൽ വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവിന് കത്തയച്ചു. ബോയിംഗ് 737 മാക്സ് 8 വിഭാഗത്തിൽപ്പെട്ട ഏതാനും വിമാനങ്ങൾ സുരക്ഷാ കാരണങ്ങളാൽ പിൻവലിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ചാർജ് വർധനവിന് ന്യായീകരണമാകുന്നില്ല. യാത്രാക്കൂലി വർദ്ധിപ്പിക്കരുതെന്ന് സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ യാത്രക്കാർ കൂടുതലുള്ള ഇപ്പോഴത്തെ സാഹചര്യം മുതലാക്കാൻ വിമാന കമ്പനികൾ തയ്യാറായിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ പണിയെടുക്കുന്ന ഭൂരിഭാഗം കേരളീയരും ചുരുങ്ങിയ വേതനം ലഭിക്കുന്നവരാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിരക്ക് വർധനവ് താങ്ങാനാവില്ല. വിമാന കമ്പനികൾ യോജിച്ച് നിരക്ക് കൂട്ടിയിരിക്കുകയാണെന്ന ആശങ്കയും യാത്രക്കാരിലുണ്ട്. ഈ സാഹചര്യം വിലയിരുത്തി അടിയന്തരമായി ഇടപെടണമെന്ന് കേന്ദ്രമന്ത്രിക്ക് അയച്ച കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേഹാസ്വസ്ഥയെ തുടർന്നാണ് ചികിത്സ തേടിയത്. പനി കൂടിയതിനാൽ 2 ദിവസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. തലശ്ശേരിയുടെ മണ്ണിൽ തരംഗം സൃഷ്ടിച്ച് വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി P. ജയരാജന് ലഭിച്ചത് വീരോചിത വരവേൽപ്പ്. ജയരാജൻ കെട്ടിവെക്കാനുള്ള പണം തലശ്ശേരിയിലെ പ്രശസ്തമായ എക്കണ്ടിയിൽ കുടുംബം കൈമാറി. നാടും നഗരവും ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു P. ജയരാജന്റെ തലശ്ശേരി നിയോജക മണ്ഡലത്തിലെ പര്യടനം. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉത്സവ പ്രതീതി, വാദ്യഘോഷവും മുത്തുക്കുടകളും തനത് കലാരൂപങ്ങളും അണിനിരുന്ന ഘോഷയാത്രയോടെയാണ് തലശ്ശേരിയുടെ മണ്ണ് ജയരാജന് വീരോചിത വരവേൽപ്പ് നൽകിയത്.
ഇടതുവിരുദ്ധ ശക്തികളുടെ അവിശുദ്ധ സഖ്യവും മതനിരപേക്ഷതയും വികസനവും ആഗ്രഹിക്കുന്ന ജനങ്ങളും തമ്മിലാണ് വടകരയിലെ പോരാട്ടമെന്ന് PJ രാജൻ പറഞ്ഞു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഈ വടകര മണ്ഡലത്തിൽ ഉണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരും മതനിരപേക്ഷവാദികളായിട്ടുള്ള ജനങ്ങളും അങ്ങേയറ്റം ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നതാണ് ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തലശ്ശേരിയിലെ പ്രശസ്തമായ എക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി ആയിഷുമ്മ P. ജയരാജനെ കെട്ടിവെക്കാനുള്ള പണം നൽകി. സ്വീകരണ പരിപാടികളിലെ യുവജന പങ്കാളിത്തവും ശ്രദ്ധേയമായിരുന്നു. തലശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M. സന്തോഷ്. LDF സ്ഥാനാർത്ഥി VN വാസവനെ നെഞ്ചോട് ചേർത്ത് വൈക്കം. സഖാവ് P. കൃഷ്ണപിള്ളയുടെ നാട്ടിൽ VN വാസവന്റെ വാഹന പര്യടനത്തിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങൾ ചെങ്കടലാക്കി മാറ്റിക്കൊണ്ടാണ് LDF സ്ഥാനാർത്ഥി VN വാസവനെ വൈക്കത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. കത്തുന്ന വേനൽ ചൂടിനും തോൽപ്പിക്കാനാവാത്ത ആവേശത്തോടെ സ്ത്രീകളും തൊഴിലാളികളും വിദ്യാർത്ഥികളും സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്ഥാനാർത്ഥിയുടെ നന്ദി. നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തും. ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം എന്നോട് അഭ്യർത്ഥിക്കുന്നു. TV പുരത്തും ഉദയനാപുരത്തും വൈക്കം മുനിസിപ്പാലിറ്റിയിലുമെല്ലാം നാടിന് ഉത്സവഛായ പകർന്ന് ഒന്നിനൊന്ന് മികച്ച വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ചരിത്ര വിജയത്തിലേക്ക് വൈക്കത്തിന്റെ ഉറച്ച പിന്തുണ വിളിച്ചോതുന്നതായിരുന്നു സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഓരോ സ്വീകരണങ്ങളും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ മൂന്നാം വട്ട പ്രചാരണം അവസാന ഘട്ടത്തിൽ. എന്നാൽ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനം തുടരുകയാണ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീഷ് തന്ത്രി കുണ്ടാറും. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നിശ്ചിത കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണ് LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ മൂന്നാം വട്ട മണ്ഡല പര്യടനം. വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിച്ചുള്ള മണ്ഡലം പര്യടനം 2 വട്ടം ഇതിനകം പൂർത്തിയാക്കിയ ശേഷമാണ് മൂന്നാം വട്ട പര്യടനത്തിന്റെ ഭാഗമായി പൊതു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കുന്നതോടെ മൂന്നാം വട്ട പ്രചാരണ പരിപാടി അവസാനിക്കും. മാർച്ച് 30-ന് KP സതീഷ് ചന്ദ്രനും ഏപ്രിൽ 3-ന് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും 4-ന് BJP സ്ഥാനാർത്ഥി രമേശ് തന്ത്രി കുണ്ടാറും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. KP സതീഷ് ചന്ദ്രന്റെ 4ഉം 5ഉം വട്ട മണ്ഡലം പ്രചാരണ പരിപാടികൾ ഏപ്രിൽ മാസം 2ാം വാരത്തോടെ പൂർത്തിയാകും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF നേതാക്കളുടെ പര്യടനവും ഏപ്രിൽ ആദ്യം മുതൽ തുടങ്ങും. LDF പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം നേടിയതായി കാസർഗോഡ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനകത്ത് ആവേശകരമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിൽ അകത്താകെ ചുമരെഴുത്തായാലും മറ്റു പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വലിയ തോതിൽ നടന്നു വരുന്നുണ്ട്. മൂന്നാം വട്ട പര്യടനത്തിൽ കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലം KP സതീഷ് ചന്ദ്രന് ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത്. UDF-ന് വേണ്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദുമ മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥി രവീശ് തന്ത്രി മഞ്ചേശ്വരം മണ്ഡലത്തിലും ഇന്നലെ പ്രചാരണം നടത്തി. LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നേടിയ മേൽക്കൈ ഇപ്പോഴും തുടരുകയാണ്. പ്രചാരണ രംഗത്ത് ബഹുദൂരമാണ് LDF സ്ഥാനാർത്ഥി. നാളെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ പ്രചാരണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. വികസന പ്രശ്നങ്ങളാണ് കോഴിക്കോട് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നു എന്ന് പ്രചാരണം നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ തന്റേതാണെന്ന് പ്രചരിപ്പിക്കുകയാണ് UDF സ്ഥാനാർത്ഥി ചെയ്യുന്നതെന്ന ആരോപണവുമാണ് മറുപക്ഷത്തിന്. കെട്ടിടം തകർന്നു വീണിട്ടും മണ്ഡലത്തിലെ കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടി MK രാഘവൻ ഒന്നും ചെയ്തില്ലെന്ന ആരോപണവും ഉയരുകയാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ തീവ്രമായ പോരാട്ടമാണ് ഇരുമുന്നണികളും കാഴ്ചവെക്കുന്നത്. താൻ മണ്ഡലത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് UDF സ്ഥാനാർത്ഥി അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ 10 വർഷമുണ്ടായ മണ്ഡലത്തിലെ വികസന മുരടിപ്പ് എടുത്തുകാട്ടിക്കൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി പ്രചാരണത്തിൽ ഇറങ്ങിയിരിക്കുന്നത്.
ഇടതുമുന്നണിക്കിത് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പ്രചാരണം കൂടിയാണ്. വികസനം നടത്തി എന്ന അവകാശവാദവുമായാണ് UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഒന്നാംഘട്ട പര്യടനം നടത്തുന്നത്. കഴിഞ്ഞ 10 വർഷം നാടിന്റെ 10 വർഷമാണ്, നന്മയുടെ 10 വർഷമാണ്, നേട്ടങ്ങളുടെ 10 വർഷമാണ്. ആരോഗ്യരംഗത്ത്, റെയിൽവേ രംഗത്ത്, അതുപോലെ നാഷണൽ ഹൈവേയുടെ രംഗത്ത് അങ്ങനെ എടുത്തു പറയാൻ സാധിക്കാവുന്ന രംഗങ്ങളെല്ലാം തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. കോഴിക്കോടിന്റെ മണ്ണിൽ ചെങ്കൊടി പാറിക്കാനുള്ള പോരാട്ടത്തിലാണ് A. പ്രദീപ് കുമാർ. ഓഫീസുകൾ, ഫാക്ടറികൾ, കമ്പനികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വ്യക്തികളെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തിയ ആദ്യഘട്ട പര്യടനം അദ്ദേഹം പൂർത്തിയാക്കി. ഓരോ നിയമസഭാ മണ്ഡലവീഥികളിലൂടെയും കടന്നുപോകുന്ന വാഹന പര്യടനത്തിലാണിപ്പോൾ. എലത്തൂർ, ബാലുശ്ശേരി, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിൽ ഇതിനകം പര്യടനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇടയ്ക്ക് ഓരോ പ്രദേശത്തെയും കുടുംബയോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ MP എന്ന നിലയിൽ ഒരു പ്രവർത്തനവും MK രാഘവന് നടത്താൻ സാധിച്ചില്ലെന്നും വികസന മുരടിപ്പിന്റെ 10 വർഷങ്ങളാണ് കഴിഞ്ഞുപോയതെന്നും A. പ്രദീപ് കുമാർ പറയുന്നു. കഴിഞ്ഞ 10 വർഷം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാഴായിപ്പോയ 10 വർഷങ്ങളാണ്. ഈ പറഞ്ഞ അവകാശവാദങ്ങളിലൊന്നും അടിസ്ഥാനമില്ല. ഇന്ത്യയിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തേണ്ട ഗതികേടിലെത്തിയ ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിലെ ഈ കേന്ദ്രീയ വിദ്യാലയമാണ്. ഇപ്പോഴും അതിനുവേണ്ടി ഒരു പണവും ഇവിടുന്ന് അനുവദിച്ചിട്ടില്ല. കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഔദ്യോഗികമായി പ്രോജക്റ്റുകൾ തയ്യാറാക്കി. ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇൻവോൾവ് ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ ആരോഗ്യ വകുപ്പ് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം വാങ്ങിച്ചതാണത്. അതങ്ങനെയേ നടക്കുള്ളൂ. അത് ഇപ്പോൾ ക്യാൻസർ സെൻ്ററിന് അവിടുത്തെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഡോക്ടർ അജയകുമാറിനോട് ചോദിച്ചാൽ അദ്ദേഹമാണ് അത് ഇനീഷ്യേറ്റ് ചെയ്ത് അതിൻ്റെ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. നമ്മുടെ ആരോഗ്യ വകുപ്പ് വഴിയാണ് അത് സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സമർപ്പിച്ച പദ്ധതിക്ക് അംഗീകാരം വാങ്ങിച്ചതാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. ഇംഹാൻസിന് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇംഹാൻസ് എന്ന് പറഞ്ഞാൽ 2009 പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് അതിൻ്റെ എല്ലാ നടപടികളും കഴിഞ്ഞ് കേന്ദ്ര സംഘം വന്ന് പരിശോധിച്ച് അനുകൂല റിപ്പോർട്ട് കൊടുത്ത് പണം അനുവദിക്കപ്പെട്ടതാണ്. മണ്ഡലത്തെ വികസനത്തിലേക്ക് നയിക്കാൻ ഒരു പുതിയ ഉണർവ് നൽകാൻ പുതിയ പ്രതിനിധിയെ തെരഞ്ഞെടുക്കണമെന്നാണ് പ്രദീപ് കുമാർ ആവശ്യപ്പെടുന്നത്. അതേസമയം നോർത്ത് MLA എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും അണികൾ ആവേശപൂർവ്വം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയായി VK പ്രകാശ് ബാബു മത്സര രംഗത്തുണ്ടെങ്കിലും പ്രചാരണ രംഗം അത്ര സജീവമല്ല. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.